തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വിനായക ചതുർത്ഥി ആഘോഷവും മഹാഗണപതി ഹോമവും 27-ന് ആരംഭിക്കും. മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വിനായക ചതുർത്ഥി ആഘോഷവും മഹാഗണപതി ഹോമവും ആഗസ്റ്റ് 27 രാവിലെ 5 മുതൽ ആരംഭിക്കും. ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഭഗവതിയുടെ കന്നയിൽ മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാഗണപതിയുടെ മുൻപിൽ നടത്തുന്ന വിനായക ചതുർത്ഥി മഹോത്സവമാണ്. ഇന്ന് നമുക്കറിയാം, വീടുകൾ തോറും ഗണപതി ഹോമവും ക്ഷേത്രങ്ങൾ തോറും എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഭഗവാൻ ഗണപതിയുടെ നാളായ ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം. ആ ദിവസം അദ്ദേഹത്തിൻ്റെ തിരുമുമ്പിൽ നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ചെട്ടികുളങ്ങര ഗണപതിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗണപതിയാണ്. ഈ ഗണപതിയുടെ പ്രത്യേകത, നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നേടിത്തരുന്ന ഭഗവാനാണ്. ഈ വിനായക ചതുർത്ഥി ദിവസം അദ്ദേഹത്തിനെ അങ്കി ചാർത്തി ദീപാരാധനയോടുകൂടിയാണ് പൂജ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന പൂജ ഈ വരുന്ന ആഗസ്റ്റ് 27 ബുധനാഴ്ച രാവിലെ 5 മണി മുതൽ നടക്കുന്നതാണ്. ഏതാണ്ട് 11 മണി വരെ ഈ പൂജ നടക്കും. ഇവിടെ റെസീപ്റ്റ് എടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പേരും നാളും പറഞ്ഞ് പ്രത്യേകം അർച്ചന നടത്താറുണ്ട്. 11 മണിയുടെ പ്രസംഗ പൂജയോടുകൂടി അത് പര്യവസാനമാണ്. ഇവിടെ അദ്ദേഹത്തിന് ഒരുക്കുന്ന പ്രസാദം എന്ന് പറയുന്നത് 1008 നാളികേരത്തിൻ്റെ ഒരുക്കാണ്. അത് ഉരുക്കുമുണ്ട്, അടയുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, മറ്റ് അഷ്ടദ്രവ്യങ്ങളുമുണ്ട്. ഇത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 5 മണിക്ക് തുടങ്ങി ഏതാണ്ട് 11 മണി വരെ അത് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നേദിച്ച് പൂജിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ്. 1 മണിയോടുകൂടി പ്രസാദ വിതരണം നടക്കുന്നു. രാത്രി 8 മണി വരെ ഇവിടെ പ്രസാദ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്കെല്ലാം കൊടുക്കുന്നതാണ്. ടിക്കറ്റിൻ്റെ നിരക്ക് 100 രൂപയാണ്. മറ്റുള്ള ദിവസങ്ങളെക്കാട്ടിൽ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസം അദ്ദേഹത്തിൻ്റെ അങ്കി ചാർത്തി ദീപാരാധന ആ സമയത്ത് തൊഴുന്ന ഭക്തജനങ്ങൾക്ക് രോഗത്തിൽ നിന്ന് ശമനം, നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്നു. ജീവിതം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തെല്ലാം നമ്മൾ സമാധാനപരമായി ആഗ്രഹിക്കുന്നുണ്ടോ അതിനെല്ലാം അനുഗ്രഹിക്കുന്ന ആ ദേവൻ ഭഗവതി ചെട്ടികുളങ്ങര അമ്മയുടെ ഗണപതി കുടികൊള്ളുന്ന ആ ക്ഷേത്രത്തിൽ ഈ ദിവസം വന്ന് ഭക്തജനങ്ങൾ തൊഴുതാൽ വളരെ പുണ്യമായിരിക്കും. വിനായക ചതുർത്ഥി മഹോത്സവം ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ 1960 മുതൽ പ്രവർത്തിക്കുന്ന വിദ്വാൻ എസ് രാമൻ നായർ സാർ രൂപീകരിച്ച സനാതന ധർമ്മ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ 5 മണി മുതൽ ആഗസ്റ്റ് 27 ചിങ്ങം 11 ബുധനാഴ്ച രാവിലെ 5 മണി മുതൽ ഈ പൂജ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തുന്നു. അതിനായിട്ട് സനാതന ധർമ്മ സേവാ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വളരെ സജീവമായി എല്ലാ മേഖലകളിലും പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതിനു വേണ്ട പൂജാസാധനങ്ങൾ, മറ്റ് അഷ്ടദ്രവ്യങ്ങൾ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഹോമകുണ്ഡം, പന്തല്, മറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം പടിപടിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭംഗിയായി പൂജ മംഗളകരമായി പര്യവസാനിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സനാതന ധർമ്മ സേവാ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാഗണപതി ഹോമത്തിന് ക്ഷേത്ര തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഗണപതി ഹോമം നടത്തുവാൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 8 വരെ പ്രസാദ വിതരണവും ഇതിന്റെ ഭാഗമായി നടക്കും. ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സനാതനധർമ്മ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പിയത്ത് SS പിള്ള അറിയിച്ചു. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.